നല്ല രീതിയിലുള്ള അവസരങ്ങളാണ് വരുന്നത്. രാജേശ്വരി മാഡത്തിന്റെ ഹിന്ദി മൻ കി ബാത്തിലേക്കുള്ള ഭാരതം എന്റെ ഭാരതം നിങ്ങൾക്ക് മൻ കി ബാത്ത് ചാനലിലേക്കും അതുപോലെ തന്നെ വൈക്കം വിജയലക്ഷ്മി ഉള്ള ചാനലിലേക്കും പോകാനുള്ള അവസരം വരികയാണ്. അപ്പോൾ ഹിന്ദി ഗാനം നിങ്ങൾ രാജേശ്വരി മാഡം അതിന് ട്രാക്ക് പാടിക്കഴിഞ്ഞാൽ നിങ്ങളത് പഠിക്കുക. അതോടൊപ്പം കേരളത്തിലെ 14 ജില്ലകളിലും ഗാനഗന്ധർവന്റെ സംഗീത ശതാഭിഷേകം പരിപാടി നമ്മൾ ആസൂത്രണം ചെയ്യുകയാണ്. തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു, അതിന് തിരക്കെല്ലാം കഴിഞ്ഞതുകൊണ്ടാണ് കുറച്ച് നിർത്തിവെച്ചത്. തിരുവനന്തപുരത്ത് നിന്ന് കാസർഗോഡ് വരുന്ന എല്ലാ ജില്ലകളിലും നമ്മുടെ പ്രോഗ്രാം ഉണ്ടാവും. അതോടൊപ്പം മൂകാംബിക മുതൽ കന്യാകുമാരി വരെ 108 ദുർഗാലയങ്ങളിൽ വൈക്കം വിജയലക്ഷ്മിയോടൊത്ത് സംഗീതാർച്ചന, അത് ഭക്തിഗാനങ്ങൾ മാത്രമാണ്. അപ്പോൾ അതിൽ കുഴപ്പമില്ലാതെ പാടാൻ സാധിക്കുന്ന ആളുകൾക്ക് മഴവിൽ സംഗീതത്തിന്റെ ആളുകൾക്ക് ഞങ്ങൾ അവസരം നൽകുന്നതായിരിക്കും. അപ്പോൾ ഇനിയുള്ള നാളുകൾ നിങ്ങളുടെ സംഗീതത്തിലുള്ള യാത്രയിൽ നിങ്ങൾ 7 വർഷം സഞ്ചരിച്ചത് അത്യുന്നതങ്ങളിലെത്തുന്ന ഒരു കാലഘട്ടമായി മാറുകയാണ്. അതിനെല്ലാവരും രാജേശ്വരി മാഡത്തിന്റെ ട്രാക്ക് വാങ്ങി പഠിക്കുക. അതാണ് എനിക്ക് ഈ സമയത്ത് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. താങ്ക് യു ആനന്ദ്ജി. ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു അവസരം തരാമെന്ന് പറഞ്ഞാൽ എന്തായാലും വാക്ക് പറഞ്ഞാൽ അത് പ്രവർത്തിച്ച് കാണിക്കുന്ന സ്വഭാവമുണ്ടെന്ന് ഞങ്ങൾക്ക് വിജയലക്ഷ്മിയുടെ പരിപാടിയോടുകൂടി ഞങ്ങൾക്ക് മനസ്സിലായി. അപ്പോൾ ഞങ്ങളുടെ ഈ മഴവിൽ സംഗീത കുടുംബത്തിലെ എല്ലാ സിംഗേഴ്സിനും ചാൻസ് വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഇനി ഭജൻ ഗ്രൂപ്പ് എല്ലാവരും ശ്രദ്ധയ്ക്ക് ഭജൻ ഗ്രൂപ്പ് ഒരെണ്ണം ഫോം ചെയ്തിട്ടുണ്ട്, വിനായക ഭജൻസ് എന്നാണ്. അപ്പൊ അത് മഴവിൽ സംഗീതത്തിന്റെ മാത്രമല്ല അത് ജില്ലയിലെ നല്ലോണം പാടുന്ന ഭക്തിഗാനങ്ങൾ പാടുന്ന ആൾക്കാരെ അമ്പലങ്ങളില് നമുക്ക് ഇപ്പൊ തന്നെ പാറമേക്കാവ് ഞങ്ങള് ചോദിച്ചപ്പോൾ നമുക്ക് അവസരം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സാറ് പറഞ്ഞ പോലെ, അനന്ജി പറഞ്ഞ പോലെ ഭജന് കൂടുതൽ പ്രാധാന്യം കൊടുത്തിട്ട് ഇപ്പൊ നന്ദഗോവിന്ദ ഭജൻസ് പോലെ ആകില്ലെങ്കിലും നമുക്ക് അങ്ങനെ ഒരു വഴി തുറന്നു കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഒരുവിധം നല്ല കലാകാരന്മാരെ അല്ലെങ്കിൽ നല്ലോണം പാടുന്ന ഗായകരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഭജൻ ഗ്രൂപ്പിൽ ഞങ്ങളിപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്നലെ ആയിരുന്നു ഒരു ചെറിയൊരു കഷ്ണം ഞങ്ങൾ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വടക്കുന്നാഥിന്റെ മുമ്പിൽ ഞങ്ങൾ ആദ്യം ഒന്ന് ചെറുതായിട്ട് തുടങ്ങി വെച്ചു. ഞാനും ദേവിമായും മഹേശ്വരി, താങ്ക് യു, കമലൻജിയൊക്കെ ഞങ്ങളൊരു ചെറിയൊരു പാട്ട്, അതായത് പെട്ടെന്നോ. അപ്പൊ അതിൻ്റെത് പിന്നെ കോമലഞ്ചി കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. ഇങ്ങനെ ഗണപതി, പിന്നെ അയ്യപ്പൻ, അങ്ങനെയൊക്കെ ഒരു ഓർഡർ ഉണ്ടത്. എനിക്ക് അതിനെ കുറിച്ച് അങ്ങനെ അറിയില്ല, പക്ഷെ ഞങ്ങൾ പാടി. അതായത് ആദ്യം ഗണപതിയുടെ പാട്ട്, പിന്നെ അത് ഒരു ജസ്റ്റ് ഞങ്ങളൊരു എക്സാമ്പിൾ പറയാം. ജസ്റ്റ് എക്സാമ്പിൾ ആയിരുന്നു. നമ്മളിങ്ങനെ ഞങ്ങളൊരു ചെറിയൊരു സ്റ്റഡി നടത്തിയിട്ട് ഒരു ചർച്ച നടത്തിയിട്ട് ഒരു ചെറിയ തീരുമാനത്തിലെത്തിയതാണ്. അപ്പൊ സാറ് നമുക്കൊന്ന് തുടങ്ങി വെച്ച് തന്നിട്ടുണ്ട്. ഞങ്ങൾ ഇതിനെക്കുറിച്ച് കുറെ ആയി ആലോചിക്കുന്നത്. 2 വർഷമായിരുന്നു ഫോം ചെയ്തിട്ട് ഭജൻസ്. അത് ആലപ്പുഴ ജില്ലയിൽ ഫോം ആയിട്ടുണ്ട്. ഇപ്പൊ എല്ലാ ജില്ലകളിലും ഭജന ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്യാൻ ആഗ്രഹിക്കുകയാണ്. അപ്പൊ എല്ലാ സിംഗേഴ്സിനും അതൊരു തുറന്ന് തരുന്ന ഒരു വഴിയായിരിക്കും. അപ്പൊ അതില് ഇപ്പൊ ഞങ്ങളുടെ ഒരു ചെറിയൊരു തുടക്കം ഞങ്ങൾ ആഗ്രഹിച്ചത് ഇതാണ്. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. തുമ്പിക്കൈയിൽ മോദകമേന്തും ഉണ്ണിഗണപതിയെ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. ഉണ്ണിക്കൈകൾ നാലും കൊണ്ട് അനുഗ്രഹിക്കണേ, ഉണ്ണിക്കൈകൾ നാലും കൊണ്ട് അനുഗ്രഹിക്കണേ. എണ്ണി നമിക്കാമെന്നും ഞാൻ പവിത്രനാമങ്ങൾ, നിന്നുടെ സഹസ്രനാമങ്ങൾ. അത് നമ്മുടെ കയ്യിൽ മോദകമേന്തും ഉണ്ണിഗണപതിയെ ഉദയദിവാകര ചാരുതയോടെ വിളങ്ങും ബാലകനെ. അതാണ്. അപ്പൊ രണ്ടാമത്തെ ഏഴര പൊന്നാന് പുറത്തിടുന്നെല്ലും ഏറ്റുമാനൂരപ്പ തൊഴുന്നേൻ
നമഃ ശിവായ. അപ്പൊ നന്ദഗോവിന്ദ ഭജൻസ് പോലെ നമ്മുടെ പാടിപ്പോ എല്ലാവരും പാടുന്നു. അപ്പൊ എല്ലാവർക്കും അറിയാവുന്ന ഭജൻസ് ആകുമ്പോൾ അത് എത്രയും നല്ല സക്സസിലോട്ട് വരാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. സോ അപ്പൊ ഇനി അടുത്ത പാട്ട് ആ ദിവ്യനാമം അയ്യപ്പ ഞങ്ങൾക്കാനന്ദദായകനാമം ആമണിരൂപം അയ്യപ്പ ഞങ്ങൾക്കാപാദചൂട് മധുരം അയ്യനയ്യപ്പ സ്വാമി നീയല്ലാതില്ലൊരു ശരണം അയ്യനയ്യപ്പ സ്വാമി നീയല്ലാതില്ലൊരു ശരണം. അങ്ങനെ നമ്മൾ ഓരോ പാട്ടുകളും ഓരോ ദൈവങ്ങളുടെ പക്ഷെ അത് ക്രമം അറിയുന്നവരോട് ചോദിച്ചിട്ട് ക്രമപ്പെടുത്തി നമ്മൾ ഇതാക്കും. എല്ലാ ജില്ലകളും തോറും ഇപ്പോൾ നമ്മുടെ ആനന്ദിയുടെ പരിപാടി എല്ലാ ജില്ലകളിലും ഉള്ള പോലെ നമുക്ക് ഭജൻസ് ശരിയാക്കാം. പ്രിയമുള്ളവരെ, നമ്മൾ നടത്തുന്ന ഭജൻസിന് നന്ദഗോവിന്ദ പോലെ എന്നല്ല, വളരെ പ്രത്യേകതയുണ്ട്. നമ്മൾ രാവിലെ